ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു റമളാൻ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 4:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് നമ്മൾ അത്താഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പത്തിരിയും മട്ടൻ കറിയുമായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും നമ്മുടെ സുബ്ഹി ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതിക്കാനായിട്ട് ഒരു 6:30 6:15 ആയപ്പോൾ കിടന്നു. അങ്ങനെ പിന്നെ നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ഇന്നൊരിത്തിരി എഴുന്നേറ്റപ്പോൾ ലേറ്റായിട്ടുണ്ട്. എന്നാലും നമ്മൾ എഴുന്നേറ്റ് ഉടനെ ബെഡൊക്കെ റെഡിയാക്കിയിട്ടിട്ട് പെട്ടെന്ന് പോയി കുളിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇടണം. അപ്പോൾ ഇന്ന് എൻ്റെ അറബി മാസത്തിലത്തെ ബർത്ത്ഡേ ആണ്. ഇത് അതിന് വേണ്ടി വാങ്ങിയതൊന്നുമല്ല, ഇത് 2024 വാങ്ങിയ ഡ്രസ്സാണ്. ഞാനിങ്ങനെ നോമ്പിനിടാമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ്. നോമ്പ് 1-നായിരുന്നു ഇടേണ്ടത്, അത് ഞാൻ നോമ്പ് 2-ലേക്ക് ആക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് നമ്മൾ എന്ത് ചെയ്ത്, മാത്സാണ് അടുത്ത എക്സാം വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ച് ക്ലാസ് കാണുകയാണ്. മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ക്ലാസ് തന്നെയാണ് കാണാറ്. അപ്പോൾ ഇന്നും അതേപോലെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ക്ലാസ്സൊക്കെ കാണുകയാണ്. കുറച്ച് അവർ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് കുറച്ച് നേരം നമ്മളങ്ങനെ ഇരുന്ന് ക്ലാസ്സൊക്കെ കണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റമളാനിലത്തെ വല്ല സ്റ്റഡി വ്ലോഗ് വല്ലതും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സ്റ്റഡി വ്ലോഗ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് നേരം പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യത്തിന് കുറച്ച് നേരം നമ്മൾ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ നിസ്കരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ നിസ്കാരം കളാക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ളുഹർ നിസ്കരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ളുഹറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഖുർആൻ ഓതാനിരുന്നിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ പുതിയ ഖുർആനാണ്, അതാണ് ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഖുർആനൊക്കെ ഓതിയിട്ട് അസറിന് മുമ്പ് ഒരു നേരം കിടന്ന്. അപ്പം നമ്മൾ കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുന്നേറ്റപ്പോഴത്തേക്കും അസർ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അസർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി അസർ നിസ്കരിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉമ്മാന്തയും നമ്മുടെ നോമ്പ് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉമ്മാനെ സഹായിക്കാനായിട്ട് അടുക്കളയിൽ കയറി. ഫസ്റ്റ് കുറേ നേരം ഉമ്മ പത്തിരി ചുടണതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ദിവസത്തെയും മെയിൻ ഡ്യൂട്ടി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മൾ ഇന്നും ജ്യൂസ് ഉണ്ടാക്കാൻ പോയി. കഴിഞ്ഞ വർഷത്തെ വ്ളോഗ്സൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ടാങ്കൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. എല്ലാ ദിവസവും നമുക്ക് ഷമാം ജ്യൂസാണ് ഉണ്ടാവാറ്. അപ്പോൾ നോമ്പിൻ്റെ തുടക്കത്തിൽ നമ്മളങ്ങനെ ഷമാമൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ടാങ്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ശരിക്കും ഇത് ടാങ്കല്ല കേട്ടോ, ഇത് റാസിനെയാണ്. നമുക്ക് ടാങ്ക് നമ്മളിവിടെ വാങ്ങാറില്ല. അപ്പോൾ നമ്മൾ എല്ലാ ഇതേപോലത്തെ പൊടികളെയും ടാങ്ക് വിളിച്ച് ശീലിച്ചുകൊണ്ട് നമ്മളങ്ങനെ ടാങ്ക് എന്ന് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടാങ്കൊക്കെ ഉണ്ടാക്കി ഫ്രീസറിലേക്ക് വെച്ചതിന് ശേഷം അടുത്തതായിട്ട് ഇത് നമ്മൾ വാട്ടർമെലൺ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ പുതിയ ജഗ് വാങ്ങിയിട്ടുണ്ട്. പുതിയ ജഗ് എന്ന് വെച്ചാൽ നമ്മൾ വീട് താമസിച്ചിട്ട് വാങ്ങിയതാണ്. പൊട്ടണ ജഗ് ആയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, ഉമ്മ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണായിരുന്നു. അപ്പോൾ ഞാൻ ഈ നോമ്പിന് ജ്യൂസൊക്കെ ഒഴിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. ഈ മാർച്ച് 4-ാം തീയതിക്ക് നമ്മൾ വീട്ടിൽ താമസിച്ചിട്ട് 3 വർഷമായി. അങ്ങനെ നമ്മളിത് അതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കി നമ്മൾ ജ്യൂസൊക്കെ ഒഴിച്ച് മൂടിയാണെങ്കിൽ വെക്കാൻ നോക്കിയിട്ട് അങ്ങോട്ട് ഒരു രീതിക്കും ശരിയാകുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെ നമ്മൾ വെച്ച് അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഫ്രീസറിലെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ ഉമ്മ ഉന്നക്കായ്ക്ക് വേണ്ടി തേങ്ങ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു. പഴവും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു നോമ്പുറക്ക സമയം. അപ്പോൾ ഫ്രീസറിൽ നിന്ന് അതൊക്കെ എടുത്ത് അതിൽ നിന്ന് 2-3 ഐസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ ടാങ്കും വാട്ടർമെലൺ ജ്യൂസും പിന്നെ വാട്ടർമെലണും ഉന്നക്കായും ഈന്തപ്പഴമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മഗ്‌രിബൊക്കെ നിസ്കരിക്കാൻ പോയി.
അങ്ങനെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ 2 പേജ് ഖുർആൻ ഓതാനിരിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിപ്പോൾ ഖുർആൻ ഓതണയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഖുർആനൊക്കെ ഓതിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ നാസ്ത കഴിച്ചിട്ടുണ്ടായിരുന്നു. നാസ്തയും കഴിച്ച് നമ്മൾ തറാവി നിസ്കരിക്കാൻ പോയി. അതൊക്കെ നിസ്കരിച്ചതിന് വന്നപ്പോൾ പള്ളിയിൽ നിന്ന് പഫ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനിയൻ കൊണ്ട് തന്നപ്പോൾ നമ്മൾ അത് തിന്നും. അങ്ങനെ നമ്മൾ പിന്നെ ജസ്റ്റ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണേണ്. ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി തുടച്ചിടാൻ. അപ്പോൾ അങ്ങനെ തുടച്ചിടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.